ഹായ് ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ കാണിച്ചു തരട്ടെ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്കകത്ത് എന്തൊക്കെയാ ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി നമ്മുടെ ID കാർഡോ മെസ് കാർഡോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം. അവിടുന്ന് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിയെ മൊത്തത്തിൽ കാണിച്ചുകൊണ്ടൊരു മാപ്പ് വെച്ചിട്ടുണ്ടായിരിക്കും. അതുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് പോകണം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എവിടെ, ഹോസ്റ്റൽ എവിടെ, എല്ലാ കാര്യങ്ങളും ആ മാപ്പിലാണ്. അവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകുന്നത്, ആദ്യം പോകാൻ പോകുന്നത് എങ്ങോട്ടായിരുന്നു പോകാൻ പോകുന്നത്, മറന്നുപോയല്ലോ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർഫോമിംഗ് ആർട്സിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഈ സൈഡിലോട്ടൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ. ഇവിടെ വിങ്സ് ഓഫ് PU എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഞാൻ അധികം നല്ല ഞാൻ ഒട്ടും ഈ സൈഡിലോട്ടൊന്നും പോകാറില്ല. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല രസമായി അതിനടിയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. ദാണ്ട് ആ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഈ സൈഡിൽ എനിക്ക് തോന്നുന്നു ആ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളതെന്ന്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു അമ്പലമുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ പുറത്ത് അമ്പലം നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ആയിട്ടാണ് ഈ ഗസ്റ്റ് ഹൗസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഈ പെർഫോമിംഗ് ആർട്സിൻ്റെ അവിടുന്ന് തിരിച്ചങ്ങോട്ട് പോകുന്ന സമയത്ത് ആ സൈഡിൽ കാണുന്ന വിങ്സ് ഓഫ് PUവിലൊന്നും കയറിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ അവിടെ കയറിയില്ല. അവിടുന്ന് ഇപ്പം നമ്മുടെ പണി വീഡിയോ എടുക്കണമല്ലോ. അവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകുക. ഈ പോകുന്നത് റോങ് ആയിട്ടുള്ള വഴി കൂടെ ഈ കയറി പോകാൻ പോകുന്നത്. പക്ഷെ എന്നാലും വീഡിയോ എടുക്കുമ്പോൾ സൗകര്യം ഇതാ. ആ സൈഡിലുണ്ടോ അവിടെ ഇലക്ട്രിക്കൽ വിങ്സിൻ്റെ ആണോ എന്തോ ഇവിടെ പഠിച്ചു പോയ പിള്ളേർ ചെയ്ത് എന്തോ പ്രൊജക്റ്റാ അങ്ങനെ എന്തൊക്കെയോ ഞാൻ കേട്ടിട്ടുള്ള അറിവ് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. അവരൊക്കെ അറിയാതെ എൻ്റെ വീഡിയോയിൽ പെടുന്നുമുണ്ട്. ഇതൊന്നും ഞാൻ മനഃപൂർവ്വം പെടുത്തുന്നതല്ല കേട്ടോ. ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും തോന്നില്ല. ഇവിടുന്ന് ദാദാദാസാൻ ഒന്നും കൂടെ കണ്ടോ എന്തോന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ എങ്ങോട്ട് പോകണം, ഏത് സൈഡിലോട്ട് പോകണം, എവിടെയൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു വെൽക്കം ടു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നൊക്കെ കൊടുത്തേക്കുന്ന കണ്ടു. നമ്മളിപ്പോൾ അതിനകത്തോട്ട് പോകുന്നിടത്ത് അഡ്മിൻ ബ്ലോക്കാണ് ഉള്ളത്. അഡ്മിൻ ബ്ലോക്ക് എന്ന് പറയുമ്പം എന്താവശ്യം വന്നാലും ഇങ്ങോട്ട് വരണം. ഇവിടെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ബസ്സൊക്കെ കൊണ്ടിടുന്ന അങ്ങ് ആ സൈഡിൽ എവിടെയായിട്ട് അഡ്മിൻ ബ്ലോക്ക് വരുന്ന സമയത്ത് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ബസ്സിൻ്റെ സമയത്തല്ലാതെ വന്ന് തന്നെ ബസ്സൊക്കെ അവിടെ കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അഡ്മിൻ ബ്ലോക്ക്. പയ്യെ പോകുക, അതുകൊണ്ട് അങ്ങോട്ട് ആവുന്നതേ ഉള്ളൂ. ആ സൈഡിൽ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ. യൂണിവേഴ്സിറ്റി മൊത്തത്തിൽ നല്ല രസമാണ്. ഈ കാണുന്നിടത്ത് ഈ ഗേറ്റിന് അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അവിടെ നമ്മളിങ്ങനെ എഴുതി വെക്കണം കാര്യം. എന്നിട്ട് നമുക്ക് അഡ്മിൻ ബ്ലോക്കിലോട്ട് കയറാൻ പറ്റും. ഇവിടെ എന്തോന്ന് എനിക്ക് മറന്നുപോയി. പിന്നെ ഈ സൈഡിൽ കണ്ടോ, ഇതാണ് ഇന്ത്യൻ ബാങ്ക്. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ബാങ്കൊക്കെ ഉണ്ട്. അതിന് തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസ്. ഇതാണ് ഓക്സിജൻ പാർക്ക്. ഈ ഓക്സിജൻ പാർക്ക് നമുക്കിങ്ങനെ വെറുതെ പോയി ഇരിക്കാം. മരങ്ങളൊക്കെയാണ് നല്ല സുഖം. ഇതാ MBAയുടെയൊക്കെ ക്യാൻറ്റീന്. ഇവിടെ പിന്നെ അടുത്ത ATM ഉണ്ട്. ഗേറ്റിൻ്റെ അവിടെ ഇതേപോലെ ATM ഉണ്ട്. ഈ ഓക്സിജൻ പാർക്ക് നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, MBAയുടെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇവിടെ. പക്ഷേ ഇവരുടെ മൊത്തത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അപ്പുറത്തെന്തോ. ഈ സൈഡിൽ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് ഉള്ളതുകൊണ്ടും പിന്നെ ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതുകൊണ്ടും ഞാൻ ഈ വഴി വരും. മെയിനായിട്ട് ഈ സൈഡിൽ റീഡിങ് റൂമും ലൈബ്രറിയൊക്കെ പഠിക്കുന്നവർക്ക് ഓരോ ഇതൊക്കെ. ഞാനൊക്കെ എന്തിനാണ് ഈ സൈഡിലോട്ട് വരുന്നത്, അതുകൊണ്ട് അധികം വരാറില്ല. പിന്നെ ഗേറ്റ് ഉള്ളതുകൊണ്ട് ഗേറ്റ് പുറത്തിറങ്ങാനൊക്കെ ആ വഴി വരാറുണ്ട്. ആ കാണുന്ന റീഡിങ് റൂമിൽ ആ കാണുന്നതാണ് റീഡിങ് റൂം. ആളൊഴിഞ്ഞ റീഡിങ് റൂമൊന്നും അങ്ങനെ കാണാൻ പോലും പറ്റത്തില്ല. പിന്നെ എക്സാം കഴിഞ്ഞ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ. നോക്കി അവിടെ കണ്ടോ, ആ കാണുന്നതാ ലൈബ്രറിയിലോട്ട് പോകുന്ന വഴി. ലൈബ്രറിയിൽ ഞാനങ്ങനെ പോകാറില്ല, അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. അതിൻ്റെ ഉള്ളിലായിട്ട് റീഡേഴ്സ് കഫേ ഉണ്ട്. റീഡേഴ്സ് കഫേ എന്ന് പറഞ്ഞാൽ 24 hours ഓപ്പൺ ആയിരിക്കും. ഫുഡ് കിട്ടും. റീഡേഴ്സ് കഫേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വായിക്കുന്ന എന്തോന്ന്. പക്ഷെ അല്ല, അവിടെ ഫുഡ് കിട്ടും 24 മണിക്കൂറും. അപ്പം ഈ വഴിയും നമുക്ക് ലൈബ്രറി പോകാം. ഇത് റീഡേഴ്സ് കഫേ അല്ലല്ലോ, ഇതെന്തോ സംഭവം. റീഡിങ് റൂമിലോട്ട് പോകുന്നത്. ഇവിടെ ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാം. റീഡിങ് റൂമിൽ ആരുമില്ല. ഈ വീഡിയോ കണ്ടോ, ആരും ഇല്ലാത്ത റീഡിങ് റൂമൊക്കെ വല്ലപ്പോഴും കാണാൻ പറ്റത്തുള്ളൂ. ആരൊക്കെയോ എൻ്റെ വീഡിയോയിൽ പിന്നെയും പെടുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ഈ കാണുന്നതാണ് സോം എന്ന് പറയുമ്പം മാനേജ്മെൻറ്റിൻ്റെ എന്തോ ആയിരുന്നു, മറന്നുപോയി. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം വരുന്ന സോമിൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. പോട്ടെ. എനിക്ക് ഇവിടത്തേക്കാളും ഇഷ്ടം SJ. അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. SJ നല്ല രസമാണ്. ഞാനിങ്ങോട്ട് അതിനുള്ളിലൊന്നും ഞാൻ കയറിയിട്ടും എടുത്തിട്ടൊന്നും ഇല്ല.
പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പം ഒരു ആക്സിസ് ബാങ്ക് കണ്ടോ, അതിൻ്റെ ATM കണ്ടോ, ഇവിടെ ഇഷ്ടംപോലെ ATM ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇങ്ങനെ കുറേ ബോർഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അമ്പലമുണ്ട്. നല്ല രസമാണ്. പക്ഷെ ഞാൻ ഇതുവരെ അതിനുള്ളിൽ കയറിയിട്ടുമില്ല. എന്തുവാ, ഞാൻ എല്ലായിടത്തൊന്നും പോയിട്ട് പോലും ഇല്ല. അതിനകത്ത് ഇത്രയും നാളുണ്ടായിട്ട് പോലും. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ സൈഡിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. അതൊക്കെ എന്തുവാണെന്നൊന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. ഇവിടെ എന്തോ പുതിയ ബിൽഡിങ്ങൊക്കെ പണിയുന്നുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ ഭാവിയിൽ ഇതേപോലെ യൂണിവേഴ്സിറ്റി ടൂറൊക്കെ ഇടുന്ന സമയത്ത് അറിയാം എന്തുമായിരുന്നു അവിടെ പുതിയ ബിൽഡിങ് വരുന്നതെന്നുള്ളത്. ഈ കാണുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുതിയ ബിൽഡിങ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ. അതിനപ്പുറത്തായിട്ട് അവരുടെ പഴയ ബിൽഡിംഗ് ഉണ്ട്. എനിക്കിവിടെ ഒരു സോഫ്റ്റ് വെയർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിനുള്ളിൽ രണ്ടിടത്തും കയറിയിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞൊരു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കാണാമെന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ എല്ലാവരും നാട്ടിൽ വെക്കേഷനൊക്കെ പോകുക, അതൊക്കെ കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് രാവിലെ ഞാൻ എടുത്തത്, അതുകൊണ്ടും കൂടെ ഇത്ര ഒഴിഞ്ഞ് കിട്ടിയത്. ഈ വഴി അങ്ങോട്ട് പോകുമ്പം അടുത്ത ഗേൾസ് ഹോസ്റ്റലിലോട്ടും ബോയ്സ് ഹോസ്റ്റലിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. കുറേ വീഡിയോസിലും ഫോട്ടോസിലും കാണുന്ന സ്ഥലം അതാ. ആ സ്ഥലമാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം. ഇവിടെയും താണ്ടെ എന്തോ ഒരു പുതിയ ബിൽഡിങ് പണിയുന്നുണ്ട്. ഹോസ്റ്റലാണെന്നൊക്കെ പറയുന്നു, എന്തുവാണെന്നും അറിയത്തില്ല. ഹോസ്റ്റലാ വലിയ റൂമൊക്കെ, അപ്പോൾ ഹോസ്റ്റലായിരിക്കുമോ ആർക്കറിയാം. അതും ഇതേപോലെ അടുത്ത ആരെങ്കിലും വീഡിയോ ഇടുമ്പം കാണാൻ വേണ്ടിയിട്ടിരിക്കുക ഞാൻ. ഈ കാണുന്ന സ്റ്റേഡിയം ഇവിടെ വെച്ചിട്ടാ മറ്റേ ഞാൻ NSGയുടെ ഒരു ഹെലികോപ്റ്റർ വന്ന വീഡിയോ ഒക്കെ ഇട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. അതിന് ശേഷം കണ്ടോ, ഈ കാണുന്നത് CV രാമൻ ഹോസ്റ്റൽ, അതായത് ബോയ്സ് ഹോസ്റ്റൽ ഓഫീസ്. PhDക്കാരാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് ഈ വഴി അകത്തോട്ട് പോകുമ്പം ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും ആ വഴി അങ്ങനെ പോകാം. നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? SJയിലോട്ട്. ഈ വഴി ഇങ്ങനെ പോകാൻ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പറയുന്ന രസം വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ശരിക്കും നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് രാത്രി ഈ വഴി പോകണം, നല്ല രസമാണ്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. അവിടുന്ന് നമ്മൾ നേരെ പോകുമ്പം ആ കാണുന്നതാണ് അടുത്തത് എന്തുവാ, കേന്ദ്രീയ വിദ്യാലയ. യൂണിവേഴ്സിറ്റിക്കുള്ളിൽ സ്കൂളുണ്ട്, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അമ്പലമുണ്ട്, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ബാങ്കുണ്ട്, ATM ഉണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്, ഇനിയും കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ വഴിയെ പോകുന്ന വഴിയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് SJയിലോട്ടാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും എനിക്ക് SJ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. SJ നല്ല രസമാണ്. ഞാൻ എൻ്റെ അവിടെ ആയതുകൊണ്ടാണോ അതോ ബാക്കിയുള്ളിടത്തോട്ടൊന്നും ഞാൻ അങ്ങനെ പോകാത്തതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആ പോകുന്ന വഴിക്ക് കണ്ടോ I love PU കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെ അതെങ്ങോട്ടാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങോട്ടാണ്, എല്ലാം അവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് കണ്ടോ, നല്ല രസമുണ്ടല്ലോ I love PU. അതിന് ശേഷം ഈ വഴി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഔട്ടറിലോട്ട് പോകാം. ഔട്ടറിലോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മളിപ്പം പോകാൻ പോകുന്നത് SJയിലോട്ട്, സിൽവർ ജൂബിലി ക്യാമ്പസിലോട്ട്. അവിടെ കണ്ടോ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ പോകുമ്പം നമുക്ക് ഇടത്തോട്ട് പോകാം, ലെഫ്റ്റിലോട്ട് പോകാം. അങ്ങോട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിന് പോകാറുള്ളത്. ആ ഫസ്റ്റ് SJയിലെ ഫസ്റ്റ് സംഭവത്തിലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് കണ്ടോ, വായിക്കുന്നത് ഞാൻ എപ്പോഴും മാളവിക എന്നുള്ളതാണ്. മാളവിക എൻ്റെ റൂംമേറ്റാണ്. ഈ വഴി ഇങ്ങനെ പോകുമ്പം ആദ്യം കാണുന്നത് മീഡിയ, അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് പേരാ പറയണ്ടേന്ന് അതും എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങ് വീഡിയോ ചെയ്യുക കണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനോ മീഡിയാന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. മരം നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് കാണാനൊന്നും പറ്റുന്നില്ല. പിന്നെ അതിന് ശേഷം ആ കാണുന്നത് ഇതെല്ലാം ഇനി കാണുന്നതൊക്കെ SJക്ക് ഉള്ളിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം അതാണല്ലോ. അത് ഹിസ്റ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ആ സൈഡിൽ ആദ്യം കാണുന്നത്. പിന്നെ നമ്മൾ SJക്കുള്ളിലോട്ട് കയറാൻ പോകുക. കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി എനിക്ക് ഇതൊക്കെ കാണാൻ ഈ ഒരു വീഡിയോ കൂടെ എല്ലാം പറ്റത്തുള്ളൂ. അപ്പം ഞാൻ SJക്കുള്ളിലും കൂടെ കാണിക്കാം. ഉള്ളിലെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ SJ ഫുള്ളൊന്നും ഞാൻ കാണിച്ചൊന്നും തരുന്നില്ല, ജസ്റ്റ് അതിനുള്ളിൽ കയറി കാണിച്ചു തരാം. അതിനുള്ളിൽ കയറുമ്പം കണ്ടോ കുറേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അതിനുള്ളിൽ. ഇപ്പുറത്തെ സൈഡിൽ ഹിസ്റ്ററിയാണ് വരുന്നത്. അവിടെ ആയിട്ട്
ആ കാണുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആന്ത്രപ്പോളജി. അവിടെ ആയിട്ടാണ് സോഷ്യോളജി വരുന്നത്. പിന്നെ വേറെയും കുറേ വുമൺ സ്റ്റഡീസ്, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കുറേ ഉണ്ട്. ആരൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. ഭാഗ്യം എൻ്റെ വീഡിയോയിലൊന്നും ആരും പെട്ടില്ല. ആ കാണുന്നിടത്ത് എന്തോ ഒരു സംഭവമാണ്, അതും ഞാൻ മറന്നുപോയി. പേരൊക്കെ എഴുതി വെച്ച് കാണാൻ പഠിച്ചൊക്കെ പോയി വേണമായിരുന്നു വീഡിയോ എടുക്കാനെന്ന് തോന്നുന്നു. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അതും തെറ്റിപ്പോയി, എപ്പോഴും പോയിട്ട് അവിടെ അതും തെറ്റി. ഇത് സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്. ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫ്രഞ്ചൊക്കെ വരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഒരു ക്യാൻറ്റീൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇത് ഇവിടെ ചായയൊക്കെ കുടിക്കാൻ ആൾക്കാർ ഇരിക്കുന്ന കാണാം. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ ഔട്ടറിലോട്ട് പോകാം കേട്ടോ. ഔട്ടർ എന്ന് പറയുന്നത് ഈ എസ്റ്റേക്ക് ചുറ്റുമുള്ളൊരു സർക്കിൾ, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ ടീച്ചർ ട്രെയിനിങ് സെൻറ്റർ. ഇവിടെ ഒന്നും ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് തന്നെ എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. അങ്ങനെങ്കിലും 5-6 കമൻറ്റ് എൻ്റെ വീഡിയോയ്ക്ക് വരട്ടെ, അല്ലാതെ വരുന്നില്ല. പിന്നെ ഈ വഴി ഇങ്ങനെ പോകുമ്പം ഈ മന്ദാരം പൂത്തിരുന്ന സമയത്ത് നല്ല രസമായിരുന്നു. പക്ഷേ ഇത് മന്ദാരമല്ല, ഇവിടെ ഫുള്ള് വേപ്പ് മരമാണ്. ഇത് പേപ്പർ പൂവല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാണുന്നത്. പക്ഷെ അവിടെ ഇഷ്ടംപോലെ വേപ്പ്, മന്ദാരം, ഇങ്ങനത്തെ കുറേ പ്രകൃതി രമണീയമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഈ യൂണിവേഴ്സിറ്റി. ഇവിടെ കണ്ട കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നത് ഇവിടെ നിന്ന് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ റീലും എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് യുമീസാർക്ക്. നമ്മൾ യുമീസാർക്കിൻ്റെ അവിടെ എത്തിയപ്പം പുറത്തോട്ട് ഇറങ്ങി. കാരണം ഇത് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അത് അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഒറ്റമേനെ കണ്ടോ? ഞാൻ കണ്ടു, നിങ്ങളും കൂടെ കണ്ടോ? അതാ പറഞ്ഞു. അതാണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോക്കുക. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഔട്ടർ, ആ ഔട്ടറിലോട്ട് ഈ വഴിയും പോകാം കേട്ടോ. ഈ വഴി അങ്ങനെ കറങ്ങി വരാം. ഇഷ്ടംപോലെ വഴിയുണ്ട് യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തന്നെ. പിന്നെ ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ മന്ദാരമൊക്കെ കുറേയൊക്കെ തീർന്നു. സൈഡിൽ മഞ്ഞ കിടക്കുന്നുണ്ടോ, കുറേയൊക്കെ തീർന്നു. മന്ദാരം പൂത്ത് കഴിയുമ്പോഴേ അറിയാം അത് അവസാനിക്കാറാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം എന്നുള്ളത്. അതുകൊണ്ട് ഇത്തവണ മന്ദാരം പൂത്തപ്പം വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പം നമ്മൾ വന്ന വഴി കൂടെ ഒക്കെ തന്നെ അതിന് തിരിച്ചു പോകുന്നത്. ആ വന്ന വഴിയിൽ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല. വെറുതെ ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ നനച്ച് നിങ്ങൾക്ക് ബോറടിക്കും, അല്ലെങ്കിൽ തന്നെ ബോറടിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്ഥലം എത്തിയിട്ട് കാണാം. വേണ്ട, ഇനി അങ്ങോട്ട് നമ്മൾ പോകാൻ പോകുന്നത് ബോയ്സ് ഹോസ്റ്റലിലോട്ടാണ്. അതുകൊണ്ട് ആദ്യം കാണുന്നത് ടീ ടൈമിൽ ഫുഡ് കിട്ടും, ചായ കിട്ടും, എല്ലാം കിട്ടും. രാത്രി 12 മണി വരെ നമുക്കെല്ലാം കിട്ടും. പിന്നെ താഴെ അവിടെ മാക്രിയുടെ ഒക്കെ ബോർഡ് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബോയ്സ് ഹോസ്റ്റലാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ പേര് ഇത് ഇളങ്കോ അടികൾ ഹോസ്റ്റൽ, ഭാരതീയദാസന ഹോസ്റ്റൽ. രണ്ടാമത് ഈ കാണുന്നത് ഇളങ്കോ അടികൾ ഹോസ്റ്റൽ. പിന്നെ മൂന്നാമത് കാണുന്നത് സുബ്രഹ്മണ്യ, അങ്ങനെ എന്തോ ഒരു പേരാ, സുബ്രഹ്മണ്യ പേര് വേണ്ട. ഈ കാണുന്നത് ഒറോബിന്ദോ ഹോസ്റ്റൽ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബിർസാമുണ്ട. അങ്ങോട്ട് കയറി പോകാം, പക്ഷേ എനിക്ക് പോകാൻ മടി. ഒറ്റ ഞാൻ പോയിട്ടുള്ളൂ. അതിന് ശേഷം അതായത് ബോയ്സ് ഹോസ്റ്റലിന് ഉള്ളിലോട്ടല്ല, പുറത്ത് അവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ബോയ്സിൻ്റെ ആദ്യത്തെ മെസ്സിൻ്റെ പേര് ഞാൻ പിന്നെ മറന്നുപോയി. അതിന് ശേഷം ഇവിടെ കാണുന്നത് ഈ ഹോസ്റ്റല് കമ്പൻ. ഇവിടെ തീ പിടിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് കാണുന്നത് വാത്മീകി ഹോസ്റ്റൽ. അതിന് ശേഷം ഇതേ കണ്ടോ ഹിസ്റ്റോറി, പിള്ളേർ മുടിയൊക്കെ വെട്ടുന്ന ഷോപ്പാണത്. ഇപ്പം കുറച്ച് നാളായിട്ടുള്ള ഓപ്പണായിട്ട്. ഇത് അമൃത മെസ്സ്. ഇവിടെ പണ്ട് നല്ല ഫുഡായിരുന്നു കിട്ടുന്നത്. ഈ കാണുന്നത് ടാഗോർ ഹോസ്റ്റൽ. അതിന് ശേഷം ഈ കാണുന്നതാണ് കണ്ണദാസൻ. അതിന് ശേഷം ഈ കാണുന്നതാണ് ബോയ്സിൻ്റെ ജിമ്മ്, മെൻസ് ജിമ്മ്. അതിന് ശേഷം ഇവിടെ ഫുൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രോഫിയൊക്കെ കണ്ടോ, ഇതിൻ്റെ പേര് കാളിദാസ്. അതിന് ശേഷം ഈ കാണുന്നതാണ് കബീർദാസ് ഹോസ്റ്റൽ. നമ്മളീ പോകുന്ന വണ്ടിയുടെ ഓണറിൻ്റെ ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റൽ. അതിൻ്റെ അപ്പുറത്തായിട്ട് മാക്ക ഹോസ്റ്റൽ. അതിന് ആ റോഡൊക്കെ കണ്ടോ, അവിടെ കുറേ കിളികളുണ്ട്, മരത്തിൽ കിളികളുടെ താമസമുണ്ട്. അതുകൊണ്ട് ആ റോഡൊക്കെ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ വരുന്നത് സ്റ്റേഡിയം, ഇത് ബാസ്കറ്റ് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. അതിന് ശേഷം ഈ കാണുന്നത് SRK ഹോസ്റ്റൽ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുവള്ളൂർ സ്റ്റേഡിയം. ഞാൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള സ്റ്റേഡിയം ഇതാ കേട്ടോ, തിരുവള്ളൂർ. അവിടെ പോയിരിക്കും. അതിന് ശേഷം അവിടെ ബാഡ്മിൻ്റൺ കളിക്കുന്ന ഒരു കോർട്ടുണ്ട്. ഇവിടെ ഹസ്ന് വന്ന് കളിക്കാറുണ്ട് ഡെയിലി. ഇതിനകം നല്ല രസമാണ്.
കയറിയിട്ടൊന്നുമില്ല, പുറത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ എയർ തിയേറ്റർ. ഇപ്പം എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത് ഇവിടെ ആയിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ആരായി പോന്നെ ഇഷില്ലാത്ത പെട്ടുപോയി. ഇനി ഇവിടെ നേരെ അങ്ങോട്ട് പോയി തുടങ്ങുമ്പോൾ ഗേൾസ് ഹോസ്റ്റൽ തുടങ്ങും. ഗേൾസ് ഹോസ്റ്റലിലെ ആദ്യത്തെ ഹോസ്റ്റൽ കണ്ണകിയാണ്. ഇവിടെ കണ്ടോ, ഈ കാണുന്നതാണ് ജെൻഡർ ഗേറ്റ്. പണ്ട് ഇത് അടച്ചിട്ടിരുന്ന ആ ബോയ്സും ഗേൾസും അപ്പുറത്തോട്ടും ഇപ്പുറത്തും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. കേട്ട കഥ ഏതൊക്കെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് ശേഷം ഈ കാണുന്നതാണ് കണ്ണകിയുടെ സി ബ്ലോക്ക്, ബി ബ്ലോക്ക്, എ ബ്ലോക്ക്. PG സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും ഈ ഹോസ്റ്റലിൽ കാണാം. അവർക്ക് വേറൊരു ഹോസ്റ്റലില്ല. അതുകൊണ്ട് തന്നെ ഞാനും ഇവിടെ. ഈ കാണുന്നത് സാവിത്രിബായി ഫുലെ. ഹസ്ന ഇത് കഴിഞ്ഞ വർഷം ഓപ്പൺ ആയതാണ്. ഹസ്നയ്ക്ക് ഇവിടെ ആയിരുന്നതുകൊണ്ട് ഞാനും അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് കൽപ്പന ചൗള. ഈ കാണുന്നതാണ് ഗേൾസ് GTI. അതിന് ശേഷം നർമ്മദ. ഇവിടെ ആയിരുന്നു ഞാൻ സെക്കൻഡ് സെമ്മ് ഫുള്ള്. അതിന് ശേഷം ഈ കാണുന്നതാണ് ഞങ്ങളുടെ മെസ്സ്. ഒന്നും പറയാനില്ല, ഞാൻ കളിഞ്ഞ ഫുഡ് തരുന്ന മെസ്സ്. ഇതാ ഗേൾസിൻ്റെ ഹോസ്റ്റൽ ഓഫീസ്. മാഡം ക്യൂറി. ഇവിടെ PhD-കാരാണ് ഉള്ളത്. അതിന് ശേഷം ഇത് യമുന, അതിനപ്പുറത്ത് ഗംഗ. എല്ലാ നദികളുടെ പേരും ഇവിടെ ഉണ്ട്. കണ്ണകി നദിയുടെ പേരല്ലല്ലോ, കൽപ്പന ചോളയല്ല, എന്നാലും കുറേയൊക്കെ ഉണ്ട്. ഇത് ഗംഗ. അതിന് ശേഷം അതിൻ്റെ അപ്പുറത്തായിട്ട് ഇത് ബസ് സ്റ്റോപ്പ്, ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കണ്ടോ. ഇതാണ് സരസ്വതി. ഇവിടാണ് എൻ്റെ ഫസ്റ്റ് സെം ഫുൾ ഞാൻ നിന്നത്. കാണുമ്പോൾ തന്നെ പേടിയാകും. പ്രേതാലയം പോലെ എനിക്ക് ഈ ഹോസ്റ്റൽ. ഇത് ഗേൾസിൻ്റെ ജിമ്മാണ്. അതിന് ശേഷം ഇപ്പുറത്തുള്ളത് കാവേരി. ഞാൻ പറഞ്ഞല്ലോ കുറേ നദികളുടെ പേരാണ്. 1-2 ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നദികളുടെ പേരാണ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം അതിനപ്പുറത്തെ സൈഡ് ഫുള്ള് ക്വാർട്ടേഴ്സാണ്. അതിനുള്ളിലോട്ട് ഫുൾ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ ക്വാർട്ടേഴ്സാണ്. പിന്നെ അതായി കാണുന്നതാണ് ഹെൽത്ത് സെൻറ്റർ. എന്തെങ്കിലും വയ്യെങ്കിൽ അങ്ങോട്ട് പോകാം. പിന്നെ അവിടെ ആംബുലൻസൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം അവിടെ എല്ലാം ക്വാർട്ടേഴ്സാണ് കണ്ടോ. അതിന് ശേഷം ഈ വഴി അങ്ങോട്ട് പോകുമ്പം പിന്നെയും ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. തീർന്നില്ല, അങ്ങനെയൊന്നും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റൊന്നും അവസാനിക്കത്തില്ല. വണ്ടിയില്ലാത്ത ആൾക്കാർ ഇതേപോലെ നടന്നു. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് സ്കൂൾ ഓഫ് ലോ. അവർക്കിപ്പം തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ. അപ്പോൾ ഇത്ര നാൾ ഇവിടെ ആയിരുന്നു, അതും എനിക്കറിയത്തില്ല. എനിക്ക് ലോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനിയിപ്പം പോകുമ്പം സൈഡിൽ ഈ കാണുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, എർത്ത് സയൻസ്, അതിനപ്പുറത്ത് ബയോടെക്നോളജി ഉണ്ട്. അങ്ങനെ കുറേ ആ രീതിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ. പിന്നെ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിക്കുന്ന പിള്ളേരില്ല, അവർ എന്തോ ഡയറക്ടറേറ്റ് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് ആ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഫോൺ ലൈറ്റ് ഇവിടെ എല്ലാം കിട്ടും. ക്യാമറയുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ബോർഡ് കണ്ടോ. അതിന് ശേഷം ഇവിടെ ബയോടെക്നോളജിയുടെയൊക്കെ ബാക്കി അതേപോലത്തെ കുറേ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഈ കാണുന്ന ഈ വഴി കൂടെ അങ്ങ് ലൈബ്രറിയിൽ പോയി മുട്ടാം. അതിന് ശേഷം നമുക്ക് ഈ സൈഡിലോട്ട് ഫുള്ള് സയൻസാണ്. സയൻസ് എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പറയുന്നത് അതുകൊണ്ട് പേര് വരെ പൊട്ടത്തരമായിരിക്കും. ഇത് എൻജിനീയറിങ്ങിൻ്റെ എന്തോ ഒരു സംഭവമാണ്. അതിന് ശേഷം പിന്നെ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഈ സൈഡിലോട്ട് ബസ് പോകാറില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഇവിടെ കെമിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെ ആയിട്ടാട്ടോ വരുന്നത്. ഈ വഴി നമുക്ക് നേരെ ഇതിനകത്തോട്ട് ഫുൾ സയൻസ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ATM, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ പേര് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ എനിക്കറിയാത്തതുകൊണ്ട് മണ്ടത്തരമായിരിക്കും. പിന്നെ മാത്സൊക്കെ ഇവിടെ കേട്ടോ വരുന്നത്. മാത്സ് സയൻസാണോ? അല്ലല്ലോ, പക്ഷെ മാത്സൊക്കെ ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ വായിച്ച് മനസ്സിലാക്കിക്കോ. ഇത് മാത്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ, മാത്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ട് വരാറില്ല. ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്, അതേ ഉള്ളു. പിന്നെ ഈ സൈഡിലോട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. എന്തിനാണ് ഞാൻ പറയുന്നത്, വെറുതെ. പക്ഷെ എന്തേലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞൊരു BGM ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേക്കത്തോട്. ഇവിടെയൊക്കെ കണ്ടോ നല്ല രസമുണ്ട്, കുരുവിക്കൂട് പോലെ ഇരിക്കുന്ന. ഈ ബിൽഡിംഗ് കാണാൻ നല്ല രസമുണ്ട്. ഇത് ഫിസിക്സിൻ്റെ ആണെന്ന് തോന്നുന്നല്ലോ. വെറുതെ പറയണ്ട, അടച്ച് വെക്കാനും പറ്റത്തില്ല എന്നൊരവസ്ഥയായത്. അതിന് ശേഷം ഈ വഴി ഇങ്ങനെ പോകുമ്പം കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒന്നിൻ്റെയും പേരൊന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല. സയൻസായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ
ഈ വഴി ഇങ്ങനെ പോകുമ്പം അവിടെ വരുന്ന മറ്റേ ഇലക്ട്രിക് വിങ്സിൻ്റെ അങ്ങനെ തോന്നുന്നു പറയുന്നത്, അവരുടെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇത്ര കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുപ്പ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തായാലും ഈ വഴി ഇത്രയും വന്നില്ല. അപ്പം ഞാൻ ഗേറ്റ് 2 അവിടെയും കൂടെ കാണിച്ചു തരാം. ഗേറ്റ് 2 അങ്ങോട്ട് ഇറങ്ങുന്നതും കൂടെ ഈ വഴി ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂണിവേഴ്സിറ്റിക്കകത്ത് ഫുൾ ഏത് വഴി പോയാലും അവസാനം ഒരിടത്ത് തന്നെ വരും. ഫുൾ ഇടയിൽ കൂടെ അങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ടുള്ള വഴിയൊക്കെയാണ്. നേരത്തെ ഈ വഴി പോയപ്പോൾ ഞാൻ കാണിച്ചെന്നില്ലല്ലോ, അതിൻ്റെ സൈഡിലായിട്ട് ഡേ കെയർ ഒക്കെ ഉണ്ട് കേട്ടോ. സോറി, അത് ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി. അതിന് ശേഷം കണ്ടോ, നല്ല രസമുണ്ട് ആ മരത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകാൻ. യൂണിവേഴ്സിറ്റിക്ക് പുറത്തൊക്കെ നല്ല ചൂടായിരിക്കും, നല്ല വെയിലായിരിക്കും. ഇപ്പം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. സൂര്യൻ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി വെയിൽ കുറച്ച് നേരത്തേക്ക് കുറച്ച് വെച്ചേക്കും. അതുകൊണ്ടാണ് എന്തോ പുറത്ത് നല്ല വെയിലായിരിക്കും. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും. ഫുൾ മരമായതുകൊണ്ട്. ഇത്തരം പച്ചപ്പ് ഹരിതാഭയൊക്കെ നിറഞ്ഞൊരു യൂണിവേഴ്സിറ്റി. ആ വഴി നമ്മൾ പുറത്തോട്ട് പോയി. ഇവിടെ നമ്മൾ വണ്ടിയെ ഓഫാക്കി കഴിഞ്ഞാലും തന്നെ നീങ്ങി അങ്ങ് പൊക്കോളും. അങ്ങനെയൊക്കെ ഉണ്ട്, ഇറക്കമായതുകൊണ്ട്. ഇതാ കൺവെൻഷൻ സെൻറ്റർ. പണിഞ്ഞ സമയത്ത് പോലും ഞാനൊന്നും കയറിയിട്ടില്ല, ഇപ്പോഴും കയറിയിട്ടില്ല. ഇതുവരെയും അതിനകം എങ്ങനെയാണെന്നും കണ്ടിട്ടില്ല. പണിയുന്ന സമയത്ത് കുറേ പേര് ഉള്ളിലൊക്കെ കയറിയിട്ടുണ്ട്. ഉള്ളിലെന്ന് പറഞ്ഞാൽ ആ ഒരു അകത്തോട്ടെങ്കിലും, ഇവിടെ നിന്ന് അകത്തോട്ടെങ്കിലും കയറിയിട്ടുണ്ട്. ഞാൻ അതുപോലും കയറിയിട്ടില്ല. അവിടെ ഫ്ലാഗൊക്കെ കാണാം. അതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഞാനാണെങ്കിൽ ഇത്ര നേരം വണ്ടിയുടെ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. ഇവിടെ നിന്ന് ഞാൻ പിന്നെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. ഗേറ്റ് 2 കുറേ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ വെറുതെ എൻ്റെ ഒരു ഓർമ്മയ്ക്കാകും, പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വെച്ചെടുത്താൽ. കുറേ ഒന്നും ക്ലിയർ ആയിട്ടില്ല, മനസ്സിലായിട്ടില്ല, യാതൊരു ബോധവും പൊക്കണമില്ല ഞാൻ പറഞ്ഞേക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി.